ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു, സാധുവെന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. മരണാനന്തര ജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കി ദൈവവചനത്തിൽ നിന്നും സംസാരിക്കുന്നത് സഹോദരൻ ജോൺ പി തോമസും സഹോദരൻ ജോൺ സെബാസ്റ്റ്യനും. ഈ അടുത്ത സമയത്ത് ഒരു ബെസൈൽ എഴുതി വെച്ചിരിക്കുന്ന ഞാൻ കണ്ടു, വിത്തൗട്ട് ഗോഡ് യു ആർ എ ബിഗ് സീറോ. അത് സത്യമാണ്. ശലോമോനും നമ്മളെ അത് പഠിപ്പിക്കുന്നു. ശലോമോനും നമ്മളെ പഠിപ്പിക്കുന്നു, ക്രിസ്തുവില്ലാതെ ഒരു നിത്യത ശൂന്യമാണെന്നും അർത്ഥമില്ലെന്നും വാസ്തവത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ നോക്കിയത് അതാണ്. ഞാൻ ഇതോട് ചേർത്ത് ഒരു വാക്യം കൊണ്ടൊന്ന് വായിക്കട്ടെ. പലപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നൊരു വാക്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് മനുഷ്യൻ്റെ നേട്ടങ്ങളോടുള്ള ബന്ധത്തിൽ 146 സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യം, 146-ന്റെ 4-ാം വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇങ്ങനെ വായിക്കുന്നു: അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ, ഹിസ് സ്പിരിറ്റ് ഡിപ്പാർട്സ്, ഹി റിട്ടേൺസ് ടു ദ എർത്ത്, ഇൻ ദ വെരി ഡേ ഹിസ് പ്ലാൻസ് പെരിഷ്. His spirit departs and his body go into the earth. Earth. In the very day his plans perish. എത്രയോ സത്യമായ ഒരു പ്രഖ്യാപനമാണിത്. എന്തെല്ലാം പദ്ധതി ഉണ്ടാക്കിയാലും അവൻ്റെ ശരീരം മണ്ണിനോട് കൊടുത്തിട്ട് അവൻ്റെ ആത്മാവ് വിട്ടു പോകുമ്പോൾ അവൻ്റെ സകല പ്ലാനും തിരിയുക. ഇതോട് ചേർത്ത് 103-ാം സങ്കീർത്തനത്തിലൂടെ ഒരു വാക്യം നമ്മൾ ഈ ചിന്തയുള്ള ബന്ധത്തിൽ ഞാൻ വായിച്ചോളട്ടെ. ഇതും ചിന്തിക്കേണ്ട ഒരു വേദഭാഗമാണ്. 103-ാം സങ്കീർത്തനത്തിൻ്റെ 15 തൊട്ടുള്ള വാക്യം: മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു, കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുന്നുമില്ല. ഇന്നിവിടെ സൗരഭ്യം വീശിയും സൗന്ദര്യം പകർന്നും ആളുകളുടെ മധ്യത്തിൽ ആകർഷകമായും ഒക്കെ പലരും നിന്നേക്കാം, സ്വാധീനം ചെലുത്തിയും. എത്രയോ സിനിമാ നടീനടന്മാർ, എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ അവർ ജീവിച്ച കാലയളവിൽ ഈ പുഷ്പങ്ങൾ പോലെ സൗരഭ്യം പരത്തിയും ഒരുപക്ഷെ സൗന്ദര്യം പരത്തിയും അനേകരെ ആകർഷിച്ചുകൊണ്ട് അവർ നിന്നു. അവർ പൊഴിഞ്ഞു വീണു കാറ്റടിച്ചപ്പോൾ. ആ സ്ഥലം പിന്നെ അതിനെ അറിയില്ല. അവൻ്റെ മരണത്തെങ്കിൽ അതെല്ലാം അവസാനിക്കുകയാണ്. എന്നാൽ അവൻ്റെ ശരീരം ആത്മാവും തമ്മിൽ വേർപെടുന്നു. നിത്യജീവിതത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നു എന്നുള്ള വിലയേറിയ വചനം തിരുവെഴുത്തുകൾ അത് വ്യക്തമായി പഠിപ്പിക്കുന്നു. അവൻ്റെ സകല പ്ലാനുകളും ഇതോടെ അവസാനിക്കുന്നു. എനിക്കൊരു കാര്യം ഓർപ്പിക്കാനായിട്ടുള്ളത്, മനുഷ്യൻ എന്തെല്ലാം പദ്ധതികൾ ഒരുക്കിയാലും ഇന്ന് മനുഷ്യൻ മുഴുവൻ എന്തെല്ലാം നേടാൻ വേണ്ടിയുള്ള ഓട്ടമല്ലേ, ഈ മുഴുവൻ മരണത്തോടുകൂടെ അവസാനിക്കും. നിത്യതയെക്കുറിച്ച് ദാവീദും മോശയും പറഞ്ഞ പോലെ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കണമെങ്കിൽ, മരിക്കുന്ന മനുഷ്യരുടെ മധ്യത്തിൽ മരിക്കുന്ന ഒരു മർത്യനാണ് ഞാനുമെന്ന് ഓർത്താൽ ഞാൻ എത്രയോ ജ്ഞാനിയായി ജീവിക്കും. സാർ പറയുന്നതിൻ്റെ രക്തം ചുരുക്കം, മരണം വരും ഒരു നാൾ ഓർക്കുക മർത്യാ നീ, അല്ലേ? യെസ്, പാട്ടുകാരൻ പാടിയത് അക്ഷരികമാണ്. ഈ മരണസമയത്തുള്ള 2 വ്യത്യസ്ത മനോഭാവങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അങ്ങനെയുള്ള 2 വ്യത്യസ്ത കൂട്ടർക്ക് ജീവിതത്തെക്കുറിച്ചും 2 വ്യത്യസ്തമായ കാഴ്ചപ്പാടല്ലേ കാണാൻ സാധ്യതയുള്ളൂ? ജീവിതത്തെക്കുറിച്ച് 2 വ്യത്യസ്ത കാഴ്ചപ്പാടാണ്. എന്നാൽ ശരിയായിട്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും വിലയിരുത്തുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യരെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഞാനൊരു വാക്യം അതിന് വായിച്ചു കേൾപ്പിക്കാം. സഭാപ്രസംഗം 7:2 ദൈവം പറയുന്നുണ്ട്: വിരുന്നു വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നല്ലത്, അതല്ലോ സർവ്വ മനുഷ്യരുടെ അവസാനം. ജീവിച്ചിരിക്കുന്നവർ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളൂ. ഒരു ഫ്യൂണറലിന് പോകുന്നതാണ് ഒരു പാർട്ടിക്ക് പോകുന്നതിനേക്കാട്ടും നല്ലതെന്നാണ് ദൈവം വളരെ ലളിതമായിട്ട് പറയുന്നത്. എന്നാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നത് വിരുന്നു വീട്ടിൽ പോകാനാണ്. അതെ, പക്ഷേ ദൈവം പറയുന്നത് വിലാപ വീട്ടിൽ പോകുന്നതിന് മുൻഗണന കൊടുക്കണം. അതിന്റെ കാരണം ദൈവം പറയുന്നുണ്ട്: ജീവിച്ചിരിക്കുന്നവർ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളൂ. ജീവിച്ചിരിക്കുന്നവർ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളൂ. അവനും മരിക്കേണ്ടതാണ് എന്ന് കരുതുമല്ലോ. ഓ, അത് ശരി. പഴയ കാലത്ത് ശവപ്പെട്ടികൾ ശ്രദ്ധിച്ചാൽ അതിലിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു: ഇന്ന് ഞാൻ നാളെ നീ.
അതെ ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പഴയ കാലങ്ങളിൽ ഇന്ന് ഞാൻ നാളെ നീ എഴുതുമായിരുന്നു, അത് തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ ആ എഴുത്ത് വളരെ കുറവായിട്ടുണ്ട്. ഇപ്പൊ ഇല്ല, വളരെ വിരളമായിട്ടൊക്കെ കാണാറേ ഇല്ല. ആ. ഇത് ജീവിച്ചിരിക്കുന്നവർ അത് ചിന്തിക്കും. അതുകൊണ്ടാണ് ദൈവം ഇത് നല്ലതാണെന്ന് പറയുന്നത്. മരണം മനുഷ്യന്റെ ചിന്തയെ അടക്കി ഭരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അവനെ ഏറ്റവും ഭരിക്കേണ്ട ഒരു ചിന്ത ഏതാണ്? അങ്ങനെ അവനെ ഭരിച്ചിരുന്നെങ്കിൽ അവന്റെ ജീവിതം എത്ര വിഭിന്നമായിരുന്നേനെ. അതെ, ജീവിതത്തിന്റെ കാഴ്ചപ്പാട് തന്നെ മാറുമായിരുന്നു. ഇവൻ ഇത് മനസ്സിലാക്കും. ഒരിക്കലും മരണത്തിന്റെ ആ സന്ദർഭത്തിൽ അവൻ മനസ്സിലാക്കും, ഞാൻ കരുതിയിരുന്നതല്ലല്ലോ ജീവിതം എന്നുള്ളത് മനസ്സിലാക്കും. അവന്റെ സകല ചിന്തകളും വിഭിന്നമാണെന്ന് അന്ന് അവൻ ഗ്രഹിക്കും. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ ശരിയായിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ ദൈവം വെളിപ്പെടുത്തിയ വസ്തുതകൾ മനസ്സിലാക്കുന്ന ഒരു ബുദ്ധിമാനായ മനുഷ്യനെ അവനവിടെ പതറേണ്ടതോ അവിടെ ദുഃഖിക്കേണ്ടതോ ആവശ്യമില്ല. അവൻ്റെ ജീവിതം അവൻ ശരിയായ വിധത്തിൽ ക്രമീകരിച്ച് ജീവിച്ചു. അപ്പോൾ ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവന് മരണത്തെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ അവൻ്റെ മസിൽ പവർ കാണിച്ച് ജീവിച്ച അവസാനം ഏറ്റവും വലിയ അബദ്ധത്തിലേക്കും അപകടത്തിലേക്കും മരണാനന്തര ശിക്ഷയിലേക്കും പോകുന്ന ഒരു പരിതാപകരമായ സ്ഥിതി വരും. മാത്രമല്ല അവനെ സംബന്ധിച്ച് ബൈബിൾ വെളിപ്പെടുത്തുന്നു, മരണം അവൻ്റെ ശത്രുവാണ്. മരണം ശത്രുവാണ്. ശത്രു എന്ന് പറയുമ്പോൾ സകലവും എടുത്തുകൊണ്ട് പോകുന്ന ശത്രുവാണ്. ആ ശത്രു എടുക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? ഇതിനു മുൻപ് വായിച്ച് കേൾപ്പിച്ച പോലെ ഘോര രാജാവ് എന്നുള്ള നിലയിൽ ഘോര രാജാവാണ്, അവൻ്റെ ഒരു ശത്രുവാണ്. സകലതും അവൻ്റെ എടുത്തുകൊണ്ട് അപഹരിച്ചു. അവൻ്റെ നേട്ടങ്ങള്, അവൻ്റെ ബന്ധങ്ങള്, അവൻ്റെ പേര്, പെരുമ, അവൻ്റെ സ്വാധീനത, സൗന്ദര്യം എല്ലാം കവരുന്നൊരു ശത്രുവാണ് മരണം. ഈ മരണം വാസ്തവത്തിൽ ദൈവം സൃഷ്ടിച്ചതല്ല, പാപത്താൽ കടന്നു വന്നതാണ് ഈ മരണം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിരിക്കുന്നത്, ദൈവം എന്തിനാ പിന്നെ ഈ മരണം കൊണ്ടുവന്നത് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു പോയാൽ. ഏകമനുഷ്യനാൽ പാവവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നെന്ന ശരി, ലോകത്തിൽ കടന്നു വന്ന ദൈവമല്ല സൃഷ്ടിച്ചത്. മനുഷ്യന്റെ പാപം മൂലം ആ മരണത്തെ മനുഷ്യൻ വിളിച്ചു വരുത്തിയതാണ്. പാപം കൊണ്ട് വന്ന ഒരു കാര്യമാണ് ഈ മരണം. വന്നു കയറിയതാ. പാപത്തിന്റെ ശമ്പളമാ മരണം. അവന്റെ ആത്മാവിൽ സംഭവിച്ച ആ മരണമാണ് അവന്റെ ശാരീരിക മരണത്തിലേക്ക് അവനെ നയിക്കുന്നത്. അല്ലെങ്കിൽ അവന്റെ ശരീരം ഒരിക്കലും ഡിറ്റീരിയേറ്റ് ചെയ്യത്തില്ലായിരുന്നു, ഒരിക്കലും ക്ഷയിച്ചു പോവില്ലായിരുന്നു. ഈ നമ്മുടെ ശരീരം എന്ന് പറയുന്ന സാറ് ഉദ്ദേശിക്കുന്നത് ഡെയിലി ഡൈയിങ് ബോഡി എന്നുള്ള ആ സെല്ലുകൾ മരിക്കത്തില്ലായിരുന്നു, പാപം ചെയ്തില്ലായിരുന്നു. ജനിക്കുന്നത് മുതലേ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രമാണം നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് സംഭവിക്കത്തില്ലായിരുന്നു.